ഹലോ, ഇന്ന് ഞാൻ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊന്നും എടുക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അപ്പോൾ ഇതിനു വേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പരിപ്പൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാൻ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഈ പരിപ്പിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. പരിപ്പ് ഒന്നൊന്നേ തൊടാതെ അങ്ങനെ വിട്ട് വരുന്ന സമയത്ത് അത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിക്കുന്നത് വരെ വേവിക്കാം. പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് 3/4 കപ്പ് ശർക്കരപ്പൊടിയും അതേ അളവിൽ വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലൊഴിക്കാനായിട്ട് 1/2 ലിറ്റർ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച ഉടനെ തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെ ഇരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അവസാനമായിട്ട് പായസത്തിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.